ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയയിൽ ഓക്കെ ബാക്ക്ഡ്രോപ്പിൽ മൗണ്ടൻ ഉണ്ട്, കാടുണ്ട്. ഈ കാട്ടിൽ നിന്ന് ഒളിച്ചു നിന്നിരിക്കുന്നവന്മാർക്ക് ഇറങ്ങി വന്ന് ചെയ്തിട്ട് ഈ കാട്ടിലോട്ടൊക്കെ കയറി പോകാൻ തക്ക രീതിയിൽ. അതുകൊണ്ടാണ് അവർ ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നു. പുറത്തുനിന്ന് സെൻട്രൽ വന്ന് ചെയ്തു അവൻ പോയി. അപ്പോൾ ചോദിക്കും എന്ത് ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വന്നിട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വികാരമാണ് ഇപ്പം പോണം തട്ടുന്നുള്ളത്. പക്ഷേ ആസ് എ മിലിറ്ററി മാൻ ഐ തിങ്ക് ട്വൈസ്. അതിൻ്റെ റിട്ടാലിയേഷൻ വരും എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ആ റിട്ടാലിയേഷൻ വരാൻ ഇവിടെ ബോർഡറിൽ നമ്മൾ ഓൾറെഡി സജ്ജമാണ്. അതിന് നമുക്കൊരു 48 hours വേണം. പക്ഷെ ഇന്നലത്തെ മോദിജിയുടെ വാക്കിനകത്ത് നിന്ന് യു വിൽ നോട്ട് ബി സേഫ്. നീ പാതാളത്തിൽ പോയാലും നിന്നെ പിടിച്ച് ഞങ്ങൾ കൊന്നിരിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. പാകിസ്ഥാൻ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ആണ്. അവിടെ പോയിട്ട് ഹിന്ദുവാരും മുസ്ലിമാരും പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലും. ഇതിൻ്റെ അലകൾ പലയിടത്തും അടിക്കും. നിനക്കെന്ത് ഹിന്ദു എന്ത് മുസ്ലിമല്ല, നീ വന്നത് ഇന്ത്യക്കാരെ കൊല്ലാനാണ്. അവർ വന്നതും കൊന്നതും ഇന്ത്യക്കാരെയാണ്. സോ ലെറ്റ് us say that we are Indians. Hell with you. എൻ്റെ മകനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ഐ വിൽ കം ടു യുവർ ഹൗസ് ആൻഡ് വെടി പുള്ളി ഔട്ട് ഫ്രം ദ ഹൗസ് ആൻഡ് കിൽ യു. ഇതായിരിക്കും ഓരോ രാജ്യത്തിലെ ആൾക്കാർ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത്. അവൻ പറഞ്ഞിരിക്കുന്ന 370 ആർട്ടിക്കിൾ ഞങ്ങൾ who the hell is he to say all these things about my country? അവൻ്റെ രാജ്യത്ത് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ. ഈ പാകിസ്ഥാൻ്റെ ചീഫ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബോൾഡായിട്ടാണ് ഒരു പെൺകുട്ടീനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ കയറി ചെന്ന സമയത്ത് വൈഫ് എഴുന്നേറ്റ് വന്നിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ ഒരു കർഫ്യൂ അനൗൺസ് ചെയ്തിട്ടില്ല? ബിക്കോസ് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സൈൻ ദാറ്റ് ദ ലോക്കൽസ് ആർ വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ ഗവൺമെന്റ്. അതിക്രൂരമായ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഇന്ത്യ. ആൻഡ് കശ്മീർ ടെററിസം ഹിസ്റ്ററി ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. NSG കമാൻഡോ ആയിരുന്ന മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്ന മേജർ രവി സേനാമരൻ. ഹലോ സർ. സർ, നമ്മളിപ്പം ഈ ഒരു അറ്റാക്കിൻ്റെ ഇപ്പോഴും എല്ലാവരും അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഐ വുഡ് സേ ദിസ് വാസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റാക്ക് അല്ലേ? ഒരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് പോലെ എന്തെല്ലോ പ്ലാൻ ചെയ്ത് അവർക്ക് എന്തെല്ലോ ഇതിൽ കൂടി ഒരു ഇതുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ CRPF ക്യാമ്പിലേക്ക് കുറേ പേര് മുന്നേ കയറി വന്നിട്ടുണ്ട്. പിൽഗ്രിംസിനെ തന്നെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിസ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്തായിരിക്കും അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? പലയിടത്തും പറഞ്ഞ് അതേ ഒരു ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ അത്ര വലിയൊരു അനലൈസിങ് ഓഫീസറോ അല്ലെങ്കിൽ അതോറിറ്റിയോ അല്ലെങ്കിൽ കൂടെ എൻ്റെ ഒരു നോളജ് വെച്ച് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ അറ്റാക്കിൻ്റെ എന്ന് പറയുന്നത്. അറ്റാക്ക് നോർമലി നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, അത് ഇതുപോലുള്ള അറ്റാക്കുകൾ നിങ്ങൾ പലതും കണ്ടു കാണുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് സിവിലിയൻസിൻ്റെ അവിടെ പോയിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയയിൽ ഓക്കെ ബാക്ക്ഡ്രോപ്പിൽ മൗണ്ടൻ ഉണ്ട്, കാടുണ്ട്. ഈ കാട്ടിൽ നിന്ന് ഒളിച്ചു നിന്നിരിക്കുന്നവന്മാർക്ക് ഇറങ്ങി വന്ന് ചെയ്തിട്ട് ഈ കാട്ടിലോട്ടൊക്കെ കയറി പോകാൻ തക്ക രീതിയിൽ. അതുകൊണ്ടാണ് അവർ ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. ആ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നവൻ കാണുന്നുണ്ട് ആ കാടിൻ്റെ കാട് ബാക്ക്ഡ്രോപ്പിലുണ്ട്. പക്ഷെ അവിടെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. കുറച്ചൊന്ന് സെൻട്രൽ വന്ന് ചെയ്തു അവൻ പോയി. അപ്പോൾ ചോദിക്കും എന്ത് ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വന്നിട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ പേൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ കിസ്ത്വാർ ഈ അമർനാഥ് യാത്രയ്ക്ക് പോകുന്ന റൂട്ടുണ്ട്, അതൊരു റൂട്ട്. ഇത് അതില്ലാതെ ഒരു മൗണ്ടനിലേക്ക് കയറിപ്പോയി അവിടേക്ക് വണ്ടികളൊന്നും പോവില്ല. മാർഷല്ല, ഇറ്റ്സ് എ മൗണ്ടൻ. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ളൊരു വാലി പോലുള്ള ഒരു സംഭവം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇറ്റ്സ് അബൌട്ട് 7 kilometers ഈ നടന്നു പോകണം. അപ്പോൾ നടന്നു പോകാതെ കുതിരകളാണ്, ആയിരക്കണക്കിന് പോണികളുണ്ടായിരിക്കും. ഈ ടൂറിസ്റ്റ് ഈ സീസണിൽ ഇവരുടെ കച്ചവടമാണത്. അതേ മേക്ക് ലോട്ട് ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്. പാവപ്പെട്ട ഗുജർ ഫാമിലീസിലൊക്കെ ഉള്ള, ഗുജർ എന്ന് പറഞ്ഞാൽ ഈ ആടിനെ മേയിച്ചുകൊണ്ടാണ് പണ്ടൊക്കെ ആടിനെ വിറ്റ് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ കുതിരയുടെ ഈ ബിസിനസ്. ചെറിയ സാധനങ്ങളായിരിക്കും, കണ്ട കുതിരയാണെന്ന് തോന്നില്ല. റേഷനറിയൊക്കെ തിന്ന് ജീവിക്കുന്ന കുതിരകളെ പോലെ ഉണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ട് ജീവിക്കുന്നു. ആൻഡ് ദേ വെരി ഹാപ്പി. അപ്പം അതെന്തുകൊണ്ട് ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 kilometer ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ പട്ടാളക്കാർക്കോ വരണമെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വേണം. അവരുടെ വണ്ടികൾക്ക് വരാനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ ഇവരും നടന്നു വരണം അല്ലെങ്കിൽ ഓടി വരണം. പിന്നെ ആ ഏരിയ അങ്ങനൊരു ഇതുവരെയ്ക്കും ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് അവിടെ ഇറ്റ് ഇസ് നോട്ട് സ്ട്രോങ് അല്ല, ഒരു സെക്യൂരിറ്റി അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ഏരിയയാണ്. കാരണം ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ പോയിട്ടില്ല കാശ്മീർ. ഇപ്പൊ നമ്മളൊരു ടൂറിസ്റ്റ് വണ്ടി പോയാലും പിന്നിലും മുന്നിലുമായിട്ട് എവിടെയെങ്കിലും ഒരു മിലിറ്ററി വെഹിക്കിൾ ഉണ്ടാവും, ഒരു ആംഡ് ഫോഴ്സസ് എവിടെയെങ്കിലും ഒക്കെ പ്രസൻസ് ഉണ്ടാവും. അമ്മ കേട്ടിട്ടുള്ളത് പഴയ കാലത്താണ്. ഈ 370 ആർട്ടിക്കിൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ മിലിറ്ററി
ആംഡ് ഫോഴ്സസ് പവറുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആംഡ് ഫോഴ്സിനെ വലിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ ആംഡ് ഫോഴ്സസ് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര അൺട്രസ്റ്റാണ്. എവിടെയും ചെക്ക്, എങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ അവർ ഇപ്പം നിങ്ങൾ സെക്യൂരിറ്റി വീക്കാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ മേക്കട്ട് കയറാൻ നിൽക്കും. നേരെ മറിച്ച് ഇതേ ആളുകൾ തന്നെ, ലോക്കൽ ആളുകൾ തന്നെ പറയും, ഓ ഇവന്മാരെ കൊണ്ട് ശല്യമായെന്നുള്ളത്. കാരണം ഈ സെക്യൂരിറ്റി അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇനിയും ആവശ്യമാണ്. അപ്പം എന്തായി, ആംഡ് ഫോഴ്സസ് ആക്ട് എടുത്തു കളയൂ, അവരെ പറഞ്ഞയക്കൂ, എല്ലാം പറഞ്ഞു. അങ്ങനെ 370 പോയതിന് ശേഷം പതിയെ നോർമൽസിയിലോട്ട് ലൈഫ് വന്നു. കാശ്മീരി ജനത മനസ്സിലാക്കി, ഓ ദിസ് ഇസ് വാട്ട് ആക്ച്വൽ ലൈഫ് ഈസ്. ഇറ്റ് ഇസ് നോട്ട് എനിക്ക് ഞങ്ങളെങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, എന്ന് നോക്കിയാലും കർഫ്യൂ ആണ്. കാശ്മീരിലൊരു കർഫ്യൂവിൻ്റെ സീസണായിരുന്നു, എന്തെങ്കിലും കാരണം പറഞ്ഞ് കർഫ്യൂ ഉണ്ടാവും. പക്ഷേ ഇന്നലത്തെ ഈ അറ്റാക്കിനകത്ത് നിങ്ങൾ നോക്കിയോ, എവിടെയും ഒരു കർഫ്യൂ കല്ലറോ ഒന്നും നടന്നിട്ടില്ല. കാരണം ലോക്കൽസ് ആർ ഓൾസോ മോർണിംഗ്, അവരും സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഞാനത് ചോദിക്കാൻ വരുന്നു. അതായത് സർ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ജനങ്ങളുടെ പൾസ് നല്ലപോലെ മാറിയിട്ടുണ്ട് എന്നുള്ളത് സാറിന്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പറ്റി, നമ്മളിങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അപ്പോൾ എവിടെയെങ്കിലൊക്കെ ചിലതൊക്കെ മിസ്സാവും. അപ്പോൾ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ ഒരു കർഫ്യൂ അനൗൺസ് ചെയ്തിട്ടില്ല? ബിക്കോസ് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സൈൻ ദാറ്റ് ദ ലോക്കൽസ് ആർ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ ഗവൺമെൻറ്, നോട്ട് ദ ലോക്കൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും അക്യൂസ് ചെയ്യുന്നത്. 370 ആർട്ടിക്കിൾ എടുത്തു പറഞ്ഞു. പാകിസ്ഥാൻ്റെ ആ ജനറൽ എന്ന് പറയുന്ന ഒരു നരഭോജി, അവൻ പറഞ്ഞിരിക്കുന്ന 370 ആർട്ടിക്കിൾ ഞങ്ങൾ തിരിക്കും. ഹൂ ദ ഹെൽ ഈസ് ഹി ടു സേ ഓൾ ദിസ് തിങ്സ് അബൌട്ട് മൈ കൺട്രി? അവൻ്റെ രാജ്യത്ത് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ ഈ പാകിസ്ഥാൻ്റെ ചീഫ് എന്ന് പറയുന്നവൻ്റെ അടുത്ത്. അപ്പം അവരടക്കം ഈ 370 ആർട്ടിക്കിളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പോകാതിരിക്കുന്നത്. എന്തായി, ജനങ്ങൾ റിയലൈസ് ചെയ്തു കശ്മീരീസ് ദിസ് ഈസ് ഫോർ അസ് എന്നുള്ളത്. ആദ്യം അവർക്കും ഉണ്ടായിരുന്നു 370 പോയാലെന്ത്. ഞാൻ 370 കഴിഞ്ഞ സമയത്ത് തന്നെ, അത് ഞാൻ വണ്ടിയിൽ പേൽഗാമിൽ പോകുമായിരുന്നു ഒരു 3 വർഷം മുന്നേ. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു കാർ ഡ്രൈവറാണ് എന്നെ കാറിൽ വന്നത്. ഞാൻ പറഞ്ഞു, അസ്ലം അഭി കൈസായെന്ന് ചോദിച്ചു. സാബ് ഓ 35 तो निकल गया, वो अच्छा है सर. 35 എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളിൽ അവൻ്റെ പെങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ സിറ്റിസൺഷിപ്പ് പോകും. ഇതായിരുന്നു 35 ആ ആർട്ടിക്കിൾ പോയപ്പോൾ, वो तो बढ़िया है सर, मेरा बहन तो वापस मेरे पास ही रहेगा, उसको हमारी जो जायदाद है उसके ऊपर हक है എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ. പക്ഷേ 370 പിന്നെ ഞാൻ ഇവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഇപ്പം 370 പോയി എന്ന് പറഞ്ഞു, നിനക്കിപ്പം ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നത്. അതുണ്ട് സർ, നീ ഇത്രയധികം വണ്ടി നീ ഇതിനു മുന്നേ ഓടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. ഇല്ല സർ, കടം EMI തിരിച്ചടയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അത് ശരിയാണ് സാർ, അത് സാറ് പറയുന്നത് ശരിയാണ്, എന്നാലും 370 എന്താണ് നീ പറ, നിന്റെ പ്രശ്നം തപ്പോ നിൽക്കും. അതവനറിയില്ല, ഇവൻ്റെ തലയിൽ കയറ്റി വെച്ചിരിക്കും. ഇത് ഫസ്റ്റ് ഇയറിൽ. ദെൻ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ബൂമിങ് 1.5 2.3 വരയ്ക്ക് ടൂറിസ്റ്റുകൾ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇപ്പം അവൻ പറഞ്ഞു, സാർ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അവൻ്റെ 370 ആർട്ടിക്കിൾ പോയതിൻ്റെ പ്രശ്നം അവൻ പറയുന്നു. ഞാൻ പറയാം, എന്തേ നിനക്ക് സ്ഥലം? ഇല്ല സാർ, സ്ഥലത്തിനൊക്കെ വില കൂടുന്നത്. ഞാൻ പറയാം, സ്ഥലത്തിന് വില കൂടുമെങ്കിൽ നിൻ്റെ സ്ഥലം നിനക്ക് വിൽക്കണമെങ്കിൽ നിനക്ക് വില കൂടി കിട്ടില്ലേ? ഇല്ലെങ്കിൽ 1 ഏക്കർ നീ വന്നിട്ട് 2 ലക്ഷത്തിന് കൊടുത്തിരുന്നത് ഇപ്പം എനിക്ക് നിനക്ക് കിട്ടുന്നത് 25-50 ലക്ഷമായിരിക്കും. അതെന്താ നീ ചിന്തിക്കാത്തത്? നിനക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് അതിലും നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. നീ ഇപ്പം ഇവിടെ തന്നെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ആലോചിക്കും, അല്ല അത് കറക്റ്റ്. അപ്പോൾ ഒരു 1 സൈഡഡ് ആയിരുന്നു ഇവരുടെ എല്ലാം തോട്ട് പ്രോസസ്. വൈ? മുഫ്തി മുഹമ്മദ് ഫാമിലി, ദാറ്റ് സയ്യിദ് ഫാമിലി ആൻഡ് മറ്റേ ഇയാൾ ഫറൂഖ് അബ്ദുള്ള ഫാമിലി, ഈ 2 ഫാമിലിയായിരുന്നു ദേവർ ലൂട്ടിങ് കശ്മീർ. നെഹ്റുവിയൻ ഹയറാർക്കി ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഫറൂഖ് അബ്ദുള്ള ഫാമിലി. കാരണം ദേ ഹാഡ് ലിങ്ക്സ്. ഈ ലിങ്ക് വെച്ചിട്ട് ഇവന്മാർ അവിടെ ഗോൾഫ് കോഴ്സ് അടക്കം സ്വന്തം പേരിലായിരുന്നു വാങ്ങിച്ചത്, ഗവൺമെൻറ് ലാൻഡിൽ. നിങ്ങൾ ആ ഗുഫാർ റോഡ് എന്ന് പറയുന്ന മെയിൻ റോഡിൽ നിന്ന് മിലിറ്ററി കൺട്രോൾമെൻറ്റ് ഏരിയയിലേക്ക് പോയി പരമാൽ ഹട്ട്സ് അങ്ങനെയൊക്കെ പോകുന്നൊരു പെലേഷ്യസ് റോഡുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 18-20 ഏക്കർ സ്ഥലങ്ങളോളം വെച്ചിട്ട്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഒരു 50 ഏക്കർ ലാൻഡിലായിരിക്കും അവൻ ഗോൾഫ് കോഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 18 ഹോളിൻ്റെ 18 ഹോൾസിൻ്റെ ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ മില്യൺ. ലോകത്തിൽ ഈ ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ് ഫെച്ചസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഫോറിനേഴ്സ് വന്ന് കളിക്കാൻ വരും. കാരണം അവർക്ക് അവിടെ കളിക്കുന്നതിനേക്കാൾ നല്ല ഇവിടെയൊക്കെ വന്ന് കളിക്കുന്നത്.
ഇത് ഈ ഫറൂഖിൻ്റെ സ്വന്തം പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് 370 വന്നപ്പോൾ തിരിച്ചു പിടിച്ചത്, ഗവൺമെൻറ് ലീഗ് ഇട്ട് കൊടുത്തു. ഗവൺമെൻറ് ലീഗ് എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ഇത്. അപ്പം ഇപ്പം ജനങ്ങൾ റിയലൈസ് ചെയ്തു വി ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോകണമെന്ന് പറഞ്ഞ് ഞാൻ എന്നെയും പിടിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യമില്ല ഈ തണുപ്പത്ത് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോയി തന്നെ. അപ്പം അവിടെ മിനി ബസ് കൊണ്ടുവന്നിരുന്ന ഒരുത്തനമുണ്ട്. ഹി വാസ് സോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ആലോചിച്ചു, കുട്ടികളാരെങ്കിലും ഒന്ന് ഛർദ്ദിക്കുക വണ്ടിയിൽ, അതിന് വരുമ്പോഴത്തേക്കും ഇവൻ ചാടി ഇറങ്ങിയിട്ട് വണ്ടി സൈഡിൽ, നമ്മൾ പറയുന്നു വേണ്ട, സൈഡിലൊരു മെഡിക്കൽ ഷോപ്പിനോട് നിർത്തും, അവൻ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വരും. അപ്പം നമ്മൾ അന്തം വിടുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് പോലും നമ്മളവിടെ ഹോട്ടലെത്തിയിട്ട് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഇവനിത് കണ്ടിട്ട്, സോ ദാറ്റ് കൈൻഡ് ഓഫ് കൺസേൺ ദി വർ ഷോയിങ്. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിഥി ദേവോ ഭവ എന്നുള്ള അവർ പഠിച്ചു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളൊരു കാശ്മീർ എന്ന് പറയുമ്പോൾ 88 89 ഞാൻ ആസ് എ കമാൻഡോ ആദ്യമായിട്ട് ഞാൻ അവിടെ പോകുന്നത്. അന്ന് ചെന്നിറങ്ങുമ്പോൾ ത്രില്ല് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ലൈവ് റൗണ്ട് ഫയർ ചെയ്ത് ഒരുത്തനെ കൊല്ലാനുള്ള ചാൻസ് കിട്ടും എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത്. അവിടെ അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഒരു കമാൻഡോ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് റൗണ്ട് ഫയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിൻ്റെ ഒരു ത്രില്ല്. കാരണം വയസ്സ് 30-31 ഈ പ്രായമാണ്. ആ പ്രായത്തെ ഇന്ന് ഒരു ബ്ലഡ് ചോരത്തിളപ്പ് എന്ന് പറയുന്നത് അങ്ങനെ. നമ്മൾ ഫുൾ ലാൻഡിൽ അതെന്താ വെച്ചാൽ റുബയ്യ സെയ്ദി വാസ് കിഡ്നാപ്ഡ്. അപ്പം എങ്ങനെയായാലും ഇവർ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പിടിച്ചിരിക്കുന്നവന്മാരെ വെടിവെച്ച് കൊല്ലാനുള്ള ചാൻസ് കിട്ടും. ഈ ഒരു ത്രില്ലാണ് അവിടെ പോകുന്നത്. പക്ഷെ പിന്നീടാണ് അറിയുന്ന രാഷ്ട്രീയം എത്രത്തോളം ഇതിനകത്തൊക്കെ ഇൻവോൾവ് ഉണ്ട് എന്നുള്ളത് അന്ന് തൊട്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഹോം മിനിസ്റ്ററുടെ മകളായിരുന്നു ഈ റുബയ്യ സെയ്ദി. അപ്പോൾ ഹോം മിനിസ്റ്ററിൻ്റെ ഓർഡർ വന്നു, ഞങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന സ്ഥലത്ത് ആളുണ്ടെന്നുള്ളത്, നമുക്ക് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്നോ അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് വിട്ടുകൊടുത്തേക്കുന്നത്, എൻ്റെ മോള് ആ ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നീടാണ് അറിയുന്നത് ഈ മോളുടെയൊക്കെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു ആ മിലിറ്റന്റ് ഗ്രൂപ്പിനകത്തെന്നുള്ളത്. സോ നിങ്ങളറിയാത്തൊരു ഇന്ത്യയുണ്ട്. ഞാനും ഈ രാഷ്ട്രീയം അറിയുന്നതിന് മുന്നേ, രാഷ്ട്രീയം ഇപ്പോഴും എനിക്കറിയില്ല, ഐ എം എ നോവിസസ് ഇൻ ദ പൊളിറ്റിക്സ്. നമ്മൾ വിചാരിക്കും ഓ ഇയാൾ ശരിയല്ല, അപ്പം ഞാൻ ആ ലുക്കിലായിരിക്കും അവർക്ക് ലുക്ക് കൊടുക്കുന്നത്. പിന്നെ ഈവനിങ് നോക്കി കഴിഞ്ഞാൽ അതേ ലുക്ക് കൊടുത്ത മറ്റന്മാരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഈവനിങ് ഇഫ്താർ പാർട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതാണ്. സോ ദിസ് വാട്ട് ഈസ് ദ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ മൈറ്റ് ബി ദ വൈസ് പ്രസിഡന്റ് ഓഫ് BJP ആൻഡ് ഓൾ ദിസ് തിങ്, ബട്ട് ദെൻ എനിക്കുള്ളത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയും. മോർ ദാൻ BJP ഓർ എനിത്തിങ്, നമ്മൾ സാറിൽ നിന്ന് അറിയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നൂക്ക് ആൻഡ് കോർണർ ഓഫ് ആ സ്ഥലവും ആക്ടിവിറ്റീസ് എല്ലാം അറിയാം. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലും താല്പര്യം. അപ്പൊ ഞാൻ സാറ് പല ഇന്റർവ്യൂസിനും പറയുന്നത് കേട്ടും അവിടുത്തെ പിൽഗ്രിമേജ് ഒരു സിസ്റ്റം, അമർനാഥിന്റെ യാത്രയെ ഇത് ബാധിക്കും. അവിടുത്തെ ഇപ്പം അമ്മ ചോദിച്ചല്ലോ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി, ഈ എന്തുകൊണ്ട് ഈ സ്ഥലം ഇവന്മാർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഒരു അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഈ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ വേ ടു, ഇപ്പം ഇങ്ങനെ പഹൽഗാമിൽ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് അമർനാഥ്. അപ്പം അത് കിസ്ത്വാർ മൗണ്ടൻസും ഈ ഇതിൻ്റെയൊക്കെ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമർനാഥ്. ഇതിൻ്റെ ഈ സൈഡിലാണ് ഈ മൗണ്ടൻ, ഈ കുതിരപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഹൈറ്റിലുള്ള ഒരു വാലി, ഒരു മിഡോസ്, ഗ്രീൻ മീല്. അത് മഞ്ഞൊക്കെയുള്ള സമയത്ത് ഒരു ഗ്ലേഷ്യർ പോലെ കിടക്കും അവിടെ, ഫുൾ മഞ്ഞ്, അപ്പം ഒന്നും കയറാൻ പറ്റില്ല. സോ അവിടെ മഞ്ഞിന്റെ സമയത്തൊക്കെ നമുക്ക് സുഖമായിട്ട് സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടേക്ക് പോകാൻ വണ്ടികൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ് കുതിരപ്പുറത്താണ് ഈ പോകുന്നത്. സോ ദേ ഐഡന്റിഫൈഡ് ദാറ്റ് പ്ലേസ്. എനിക്ക് മനസ്സമാധാനത്തിൽ നടന്ന് എൻ്റെ കൺവേ ചെയ്യാനുള്ള മെസ്സേജ്, എങ്ങനെയൊക്കെ ജനങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള മെസ്സേജ് എല്ലാം കൊടുത്തുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ പറ്റുമെന്നുള്ള അവനറിയില്ല. ഇത് പാകിസ്ഥാൻ സ്ട്രാറ്റജിയാണ്. ദേ ടീച്ച് ദം. അവരാണ് പറയുന്നത് ഓക്കെ ഇന്ന ഏരിയ, അത് ആ ISIയുടെ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് അവർ ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് അവരുടെ ഇൻ്റലിജൻസ് ഉണ്ട്. എന്നിട്ട് ഇവന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു വിൽ ബി സേഫ് എന്നാണ്. പക്ഷെ ഇന്നലത്തെ മോദിജിയുടെ വാക്കിനകത്ത് നിന്ന് യു വിൽ നോട്ട് ബി സേഫ്, നീ പാതാളത്തിൽ പോയാലും നിന്നെ പിടിച്ച് ഞങ്ങൾ കൊന്നിരിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. ഈ പാകിസ്ഥാന്റെ ഇന്റർഫിയറൻസ് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 week ബിഫോർ ദ പാക് മിലിറ്ററി ചീഫിന്റെ ഒരു പ്രൊവോക്കേറ്റീവ് കൈൻഡ് ഓഫ് സ്പീച്ച് ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ അവിടെ ഇപ്പം നമുക്ക് പാക് ആർമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ബലോച്ചിസ്ഥാൻ്റെ ഒരു ലിബറൽ ഒരു ഇത് അവർ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയും ചിന്തിച്ചുകൂടെ, പാക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഗ്യാതറിങ് അവിടെ പാക്കിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി കശ്മീരിനെ ഫോക്കസ് ചെയ്യുന്നതാണോ? കശ്മീരിനെ അറ്റാക്ക് ചെയ്ത് അവരുടെ ഇടയിൽ നമുക്ക് കശ്മീർ വേണം, നമ്മുടെ ബ്രദേഴ്സ് ആണ്, ആ ഒരു പോളിസി അത് അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡിൽ കാശ്മീരിലുള്ള ആളുകൾ they don't like പാകിസ്ഥാൻ. കാരണം അവരെ ഒരു തേർഡ് റേറ്റഡ് ആൾക്കാരായിട്ട് സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ. അവർക്ക് വല്ലതൊക്കെ കിട്ടിയാൽ കിട്ടി. കാരണം അവരെ ഒന്നും അവർ നോക്കുന്നേ ഇല്ല. അവരുടെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ റെയറായിട്ടാണ് ആ സ്ഥലങ്ങളിലൊക്കെ. അപ്പം അവിടെയാണ് ഇവന്മാർ മിലിറ്റൻസിൻ്റെ ക്യാമ്പുകൾ അടിച്ച് വെച്ചിരിക്കുന്നത്. ആ മിലിറ്റന്റ് ക്യാമ്പ് കാരണം എന്തായി, അവരെ പേടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇന്നും നിങ്ങൾ ഓപ്പണായിട്ടൊരു ഇൻ്റർനാഷണൽ UN ഫോറത്തിനകത്തൊരു സംസാരം വെച്ചിട്ട് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ വി വുഡ് ലൈക്ക് ടു ജോയിൻ ഇന്ത്യ എന്ന് പറയും. ഇതറിയാത്ത മണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ 88ലും 80സിലൊക്കെ ഇവിടെ കാശ്മീരിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദേ റിയലൈസ് ദർക്കി നോ, പാകിസ്ഥാൻ അവർക്ക് തന്നെ നിൽക്കാനും തിന്നാനും തുപ്പാനൊന്നും ഇവർക്ക് പൈസയില്ല, എക്കണോമി ഇല്ല, എല്ലാം ടെററിസത്തിൽ ചിലവാക്കിക്കളഞ്ഞു. അപ്പം എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാകിസ്ഥാൻ ആർമി ചീഫ് എന്ന് പറയുന്നത്, ഹീസ് ദ സ്റ്റെപ്പ് ബ്രദർ ഓഫ് മുഷറഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൻ്റെ ബിഹേവിയർ. മുഷറഫ് എന്തായാലും ചെയ്ത് അധികാരത്തിന് വേണ്ടിയിട്ട് ഇവൻ മുജാഹിദിനെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു 10,000 ആൾക്കാരെ ഡ്രസ് പിടിപ്പിച്ച് കയറ്റി കൂട്ടത്തിൽ അവരുടെ പാകിസ്ഥാൻ ആർമീനെയും സപ്പോർട്ട് ചെയ്ത് കയറ്റിയിട്ട് ഇന്ത്യൻ പിക്കറ്റുകൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് കാർഗിൽ യുദ്ധം എന്ന് പറയുന്ന ലിമിറ്റഡ് വാർ ഉണ്ടായത്. ആ ലിമിറ്റഡ് വാറിനെ ഇന്ത്യ കൗണ്ടേഡ് ഇറ്റ് ആസ് എ ലിമിറ്റഡ് വാർ. അതിനൊരു വാറാക്കി ഡിക്ലെയർ ചെയ്തില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ജനങ്ങളോട് ഞാനിത് പറയുന്നു, ചിലർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പകുതി നോളജും വെച്ച് ഇങ്ങനെ വിടും. ഒരു യുദ്ധം വന്നാൽ അതാണ് അങ്ങനെ നല്ല നമ്മൾ ഡിപ്ലോമാറ്റിക് സംസാരിക്കും. ഹെൽ വിത്ത് യു. എൻ്റെ മകനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ഐ വിൽ കം ടു യുവർ ഹൗസ് ആൻഡ് ബി പുൾ ഔട്ട് ഫ്രം ദ ഹൗസ് ആൻഡ് കിൽ യു. ഇതായിരിക്കും ഓരോ രാജ്യത്തിലെ ആൾക്കാർ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അവിടെ മരിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ സീക്വൻസ് ഓർത്തിട്ടും ഞാൻ ആരതിയെ കണ്ടു. വാട്ട് എ ബോൾഡ് ഗേൾ ഷീ ഈസ്. ആ മനുഷ്യൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി, മരിച്ചുപോയിട്ടുള്ള ആ ആത്മാവ് എന്ത് ബോൾഡായിട്ടാണ് ഒരു പെൺകുട്ടീനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ടോടെ. പിന്നെ കയറി ചെന്ന സമയത്ത് വൈഫ് എഴുന്നേറ്റ് നിന്നിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്നതാണ് വിളിക്കുന്നത്. ഞാനിങ്ങനെ വിഷമിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇവരെങ്ങനെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുക, എന്ത് പറയുന്നത്? ഞാൻ കെട്ടിപ്പിടിച്ച് കുറേയും കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കവളിങ്ങനെ മാറ്റിയിട്ട് വൈഫ്, കരയണ്ട, മോള് വന്നിട്ട് കരയുന്നില്ല. അപ്പം ഞാൻ കരയുമ്പോൾ അങ്കിൾ എന്തിനാ കരയുന്നത്? അങ്കിൾ ഷുഡ് നോട്ട് ക്രൈ. അവിടേക്കാണ് മക്കളെ ഇത് ഓരോ പെൺകുട്ടിക്കും ഒരു പാഠമാണ് ഈ ആർത്തി എന്ന് പറയുന്ന പെൺകുട്ടി. ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതായത് they were brothers for me എന്റെ കൂടെ ത്രൂ ഔട്ട്. അത് വലിയൊരു, ആ കുട്ടീനെ കണ്ടപ്പം ഐ സെഡ് വാട്ട് എ ബോൾഡ് ഗേൾ. പിന്നെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, സാറിൻ്റെ പടമൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ ആ പടത്തിൻ്റെയൊക്കെ ഒരു ഫീലായിരിക്കും. അച്ഛൻ്റെ ബോഡി അവിടെ വിട്ടിട്ട് ഞാൻ പോരുന്ന സമയത്ത് പേഴ്സും മൊബൈലും എടുത്തു. പിന്നെ ഞാൻ 2 അടി മുന്നോട്ട് പോയിട്ട് ഞാൻ ആ പേഴ്സ് തിരിച്ചവിടെ കൊണ്ടിട്ടു. കാരണം അതിനകത്ത് അച്ഛൻ്റെ കാർഡും ഫോട്ടോ നമ്പറൊന്നും ഇല്ലാണ്ട് ആരെങ്കിലും വന്ന് എടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ആ പേഴ്സ് ഞാൻ അവിടെ ഇട്ടു. ഇതെല്ലാം അങ്കിളുടെയൊക്കെ സിനിമ കണ്ടിട്ടുള്ള ഫീലിങ്ങിലാണ്. ഇതൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന്. ഐ വാസ് ലിറ്ററലി സ്റ്റാൻഡിങ് ആൻഡ് ക്രൈങ് ഹിയറിങ് ഓൾ ദിസ് തിങ് ആൻഡ് ഷീസ് ബോൾഡ്ലി നോട്ട് എ ടിയർ. അമ്മു, ഞാൻ കരയുമ്പോൾ അമ്മു മറ്റേ ആരതി പറയുന്നത് കരയരുത്. ദിസ് ഇസ് വാട്ട് എവറി ഗേൾ ഇൻ കേരള ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ പാമ്പേർഡ് ഗേൾസിൻ്റെ അടുത്ത് എനിക്കുള്ള റിക്വസ്റ്റ് ഇതാണ്, മക്കളെ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ലൈഫിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഈ സമയത്ത് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് അവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ ആദർശങ്ങൾ നിങ്ങൾ ഫുൾ ഫോളോ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ എന്ത് തന്നെയാലും ശരി, നിങ്ങളുടെ അച്ഛനമ്മമാർ ദേ ആർ ദ ബെസ്റ്റ് ഗുരുസ് ഫോർ യു. അവിടെ നിന്ന് നിങ്ങൾ അവർക്ക് വിവരമില്ലാന്നും പറഞ്ഞ് നിങ്ങൾ പുറത്തു പോയിട്ട് നിങ്ങളെ ആകർഷിക്കുന്ന പല സാധനങ്ങളും കാണും. അത് ഡ്രഗ് ആവാം, കള്ളാവാം, കഞ്ചാവാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും ആവാം. പക്ഷെ അവിടെ വീട്ടിലിരിക്കുന്ന ഈ രാമേന്ദ്രനെ പോലുള്ള ഈ ഒരു വ്യക്തി പഠിപ്പിച്ചൊരു മകളെയാണ് ഞാൻ കണ്ടത്.
ആ സമയത്ത് അവരുടെ ഫാമിലി എന്നോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അവിടെ അത് കിട്ടിയില്ല, അത് കിട്ടി. ആ കിട്ടിയതിനെ ആ കുട്ടി ബ്രദറാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ സംസാരിക്കുന്ന സമയത്ത് ഇന്നൊക്കെ എത്ര പാഠം പഠിക്കാനുണ്ട്. എനിക്കറിയില്ലായിരുന്നു പേഴ്സണലി. ഞാൻ സാറിനോട് ആദ്യമേ അത് ചോദിക്കണം എന്ന് വിചാരിച്ചത്. എന്തുകൊണ്ട് ഒരു പ്രസൻസ് പോലും ഉണ്ടായില്ലോ എന്ന് അതുകൊണ്ടാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ക്ലിയർ ആയത്. ആക്ച്വലി ഇതാണ്, ഈ കുതിരയും കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവിടെ വഴിയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവർ ഓടി എത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് പോലും ആദ്യം എന്താ വിചാരിച്ചു, പടക്കം പൊട്ടുകയാണെന്നുള്ളത്. ചെറിയ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാം കൂളായിട്ട്. എന്താ പിന്നെയാണ് അറിയുന്ന ആൾക്കാർ വീഴുന്നു, പിന്നെ തോക്ക് കാണുന്നു, പിന്നെയാണ് പാനിക്കായത്. അപ്പൊ അങ്ങനെയൊരു സ്ഥലത്ത് സെക്യൂരിറ്റിക്കാരെത്തി. ഇവരതിൻ്റെ ഒന്നും കംപ്ലൈന്റ് അല്ല പറഞ്ഞു. അവരവിടെ കണ്ട പോസിറ്റിവിറ്റിനെയാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പെട്രിയോട്ടിസം. ഒരു രാജ്യം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ഫേസ് ചെയ്ത് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഒരു പെട്രിയോട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ആർത്തിനെ പറയുന്നത്, എന്നേക്കാൾ വലിയ പെട്രിയോട്ടിസം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഭാര്യയ്ക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ബോൾഡ്നെസ് ആണ് അവിടെ കണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കംപ്ലൈൻറ്റ്, നോ കംപ്ലൈൻറ്റ്സ്. ആൻഡ് ഇത് കാണുമ്പോൾ മറ്റുള്ള ജനങ്ങളും, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പാകിസ്ഥാൻ എന്തായിരുന്നു പ്ലാൻ? ഇവിടെ ഒരു കുത്തിത്തിരിപ്പ്, ഒരു ബോംബും പൊട്ടിച്ചിട്ട് പിന്നെ ഇന്ത്യ മുഴുവൻ അലയടിക്കുന്ന ഒരു ഡയലോഗ് അവിടെ ഇട്ട് കൊടുത്തു. കൽമയെല്ലാം അറിയാമെന്നും ചോദിച്ചിട്ട് അങ്ങ് തുടങ്ങിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ? വൈ? പാകിസ്ഥാനി മിലിറ്റൻസിന് ഇന്നേ വരെ ഇന്ത്യയിലത്തെ ഒരു മുസ്ലിമിനോടും സിമ്പതി ഇല്ല. ഇത് ഞാൻ കീർത്തിചക്രയിൽ ഈ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. ആ മിലിറ്റന്റിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. अरे बुढ़िया, तुम हिंदुस्तानी मुसलमान को तो हम मुसलमान मानते नहीं है, हमारे लिए तुम एक मुसलमान कोई जो भी मरे हमारे लिए एक हिंदुस्तानी मरा है എന്നുള്ള ഡയലോഗ് 2006 മിലിറ്റന്റിനെ കൊണ്ട് ഞാൻ കീഴ്ചക്രയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ അറിയുന്ന കാശ്മീരിലെ മിലിറ്റൻസി ആയിരുന്നത്. അതാണ് ഇപ്പോൾ ഉമ്മാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ വെച്ച് കളിക്കുകയായിരുന്നു. ഹിന്ദു ആരും മുസ്ലിം, നിനക്കെന്ത് ഹിന്ദു എന്ത് മുസ്ലിമടാ? നീ വന്നത് ഇന്ത്യക്കാരെ കൊല്ലാനാണ്. ഇത് ഇന്ത്യക്കാരോട് പറയാനാണ് ഞാൻ അന്നത്തെ ആ മോർണിംഗ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, മക്കളെ ഡോണ്ട് ഗെറ്റ് ക്യാരീഡ് അവേ. അപ്പോഴത്തേക്കും ഹിന്ദുക്കളുടെ മനസ്സിനകത്ത് അത് കയറുന്നു, മുസ്ലിമിന്റെ മനസ്സിനകത്ത് അപ്പുറത്തേക്ക് അത് കയറുന്നു. നെവർ ഫോൾ ഫോർ ദിസ്, സ്റ്റാൻഡ് ടുഗദർ. അവർ വന്നതും കൊന്നതും ഇന്ത്യക്കാരെയാണ്. സോ ലെറ്റ് us say that we are Indians. നമ്മൾ ഇന്ത്യൻസിൽ, ഞാനിപ്പോ സാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ട് ഓഫ് ഓൾ ദിസ്, സാർ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സംഭവം എല്ലാവർക്കും അതൊരു സ്റ്റേറ്റ്മെന്റ് വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, ഒരു സാധാരണ ഒരു ചായക്കടയിൽ പോലും ഉള്ളവര് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുമായിരിക്കും, അവന്മാർ ഇവിടെ വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ മിസൈൽ വിടണം, അല്ലെ അവിടെ പോയി അറ്റാക്ക് ചെയ്യണം എന്ന്. ഞാൻ പറയാം, ചെറിയൊരു ഡിസ്കഷൻ പോലും തരാം, മിസൈൽ വിട്ടോ. ഇപ്പൊ ആദ്യം നോക്കിയിരിക്കുന്നത് അതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത ഫസ്റ്റ് വൈസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോരോ എഗ്രിമെന്റ്സ്, ഇപ്പം സിന്ധു ജല കരാറാണെങ്കിൽ എഗ്രിമെന്റ് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരോട് ഇവിടുന്ന് പോവാൻ പറയുക, ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ആൾക്കാർ കരുതി ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഞാനിപ്പോൾ സാറിനോട് ചോദിക്കാൻ വന്ന ഒരു ബിഗ് ഡീലാണ്. എനിക്ക് തോന്നുന്നു വാറിൽ പോലും നമ്മൾ ഒരിക്കലും ഇൻ ദസ് വാലിഡിറ്റി ട്രീറ്റ് നമ്മൾ ഇത് സസ്പെൻഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സാർ എന്ന് പറയുമോ? ബിക്കോസ് അതല്ലേ ആൾക്കാർ അറിയേണ്ടത്. അമ്മ ഈ പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വാർ, നമ്മുടെ വികാരം, എൻ്റെ വികാരമാണ് ഇപ്പൊ പോണം തട്ടണം എന്നുള്ളത്. പക്ഷെ ആസ് എ മിലിറ്ററി മാൻ I'll think twice. ഞാനിപ്പോൾ പോയിട്ട് അവിടെ നമ്മുടെ ഗവൺമെൻറ് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടാലിയേഷൻ വരും എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ആ റിട്ടാലിയേഷൻ വരാൻ ഇവിടെ ബോർഡറിൽ നമ്മൾ ഓൾറെഡി സജ്ജമാക്കണം. അതിന് നമുക്കൊരു 48 hours വേണം. അതിൻ്റെ ഡിലേക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞയച്ചു, ഓക്കെ ഫസ്റ്റ് ത്രോ ദം ഔട്ട്. നമ്മുടെ ആൾക്കാരെയും തിരിച്ചു വിളിച്ചു. സിന്ധു നദി, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും പാകിസ്ഥാനെ എഫക്ട് ചെയ്യില്ല. കാരണം ഈ നദിയിലത്തെ വെള്ളത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ us. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ലോങ് ടേം പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 8 months to 1 year. അപ്പോൾ അത് ട്രീറ്റ് ചെയ്തങ്ങ് ഒഴിവാക്കി അത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പൽപ്പറ്റേഷൻ തുടങ്ങും. ഇവന്മാർ എപ്പോഴാണ് ഇങ്ങനെയാണ് ഡീവിയേഷൻ തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും അത് വിചാരിച്ചിട്ട് അവർക്ക് വെള്ളം കുടിക്കാൻ ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് 1 വർഷത്തോളം വെള്ളമൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അത് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സസ്പെൻഡ് ഒന്നുമില്ല, സസ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഒഴുകുന്ന പുഴയെ പെട്ടെന്നൊരു തട വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. അത്രയും വെള്ളം വരുന്നതാണ് ഈ സിന്ധു നദി, ആ മലയുടെ ഇടയിൽ കൂടെ. അപ്പം ഈ റിവറിലെ നമ്മൾ ഇനി ഡീവിയേറ്റ് ചെയ്യണം. ഈ പാകിസ്ഥാനിലേക്ക് പോകുന്ന സാധനത്തിന് നമ്മൾ നമ്മുടെ ഇന്ത്യയിലോട്ട് തന്നെ ഡീവിയേറ്റ് ചെയ്ത് ഡാമുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ഇമ്മീഡിയറ്റ് പണിഷ്മെന്റ്, ഇറ്റ്സ് എ ലോങ് ടേം പണിഷ്മെന്റ്.
അത് കിട്ടും. പിന്നെ അതിന് അപ്പുറത്ത് അവർ സിംല കരാർ സിംല കരാർ ഓൾറെഡി അവർ ലംഘിച്ചിരിക്കുന്നു. അവരിങ്ങോട്ട് വരലും ഇവിടെ കയറലും ഇവരെ അറ്റാക്ക് ചെയ്യലും ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ സിംല കരാർ ഹാർഡ്ലി മേക്സ് എനി ഡിഫറൻസ് ടു us. സീസ് ഫയറിൻ്റെ അതിൻ്റെ പേരിലല്ല. സിന്ധു യെസ് ദാറ്റ് വിൽ എഫക്ട് ലോങ് ടേമിൽ. അപ്പം അതവിടെ നിൽക്കട്ടെ. പിന്നെന്താ ചോദിച്ചു, അമ്മ ചോദിച്ചു എന്താ അടിക്കാത്തതെന്നുള്ളത്. ഇപ്പം നമ്മൾ അപ്പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കും, പെട്ടെന്ന് ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ സ്ട്രോങ് ആക്കണം. അപ്പം എല്ലാ പഴുതുകളും അടയ്ക്കാൻ ജസ്റ്റ് ഗീവ് us about 48 to 72 hours. അതാണ് ഇപ്പോൾ പ്രിപ്പറേഷൻ നടക്കുന്നത്. അതിന് താഴ്ത്തുന്നില്ല. ഇപ്പം ഇന്നലെ ആട്ടിയടക്കം പറഞ്ഞു അവരുടെ റിലേറ്റീവ് ഒരു മേജറിനെ അവരെല്ലാം താഴ്ത്തുന്നൊക്കെ മുകളിലേക്കാണ്ട് കയറി. ഇതെല്ലാം ഇമ്മീഡിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ പ്രൈം മിനിസ്റ്റർ. കാരണം ഈ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം എനിക്ക് ആർമിയിൽ സർവീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സർവീസ് ചെയ്ത 96 പലപ്പോഴും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ ഷെല്ലിങ് നടക്കും പിക്കറ്റ് 43 പിക്കറ്റ് 43 അല്ല പോസ്റ്റ് 43, അതിൻ്റെ പേരിലാണ് ഞാൻ ആ പിക്കറ്റ് 43 എന്നുള്ള സിനിമ ചെയ്തത്. ഷെല്ലിങ് നടക്കുമായിരുന്നു. തിരിച്ചടിക്കാൻ അവിടുത്തെ പിക്കറ്റുകാർക്ക് പെർമിഷൻ ഇല്ല. അതിന് ഡൽഹിക്ക് ഫോൺ അടിച്ച് പെർമിഷനൊക്കെ വരുമ്പോഴത്തേക്കും 3 ദിവസം പിടിക്കും. ഇന്ന് അതല്ല, ഒരു ബുള്ളറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ 100 അങ്ങോട്ട് കൊടുത്തോ എന്നുള്ള ഓർഡർ എല്ലാ പിക്കറ്റുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഫയറിങ് നടക്കാത്തത്, ഷെല്ലിംഗ് ഒന്നും നടക്കാത്തത്. നടന്നാൽ അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്, ഞാൻ സാറ് നമ്മളിത് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും നമ്മളിത് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. ദെയർ വാസ് എൻ എറർ, അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഓർ റോയുടെ ഒരു പിഴവ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇല്ലേ, അതിനകത്ത് ഒരു ഇതും വേണ്ട. നമ്മുടെ ഇന്റലിജൻസ് ഫെയിലിയർ എന്നും പറഞ്ഞിട്ട് അതിനെ വാഷ് ചെയ്തിട്ട് പ്രധാനമന്ത്രി രാജിവെക്കണം, ഇത് എല്ലായിടത്തും കേൾക്കണം. അതല്ല, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനുള്ളതായിട്ട് നടപടി നടക്കും. അപ്പം ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് ഈ സ്ഥലത്ത് അതല്ല ഞാൻ പറഞ്ഞത്. ഈ വിഡ്രോവൽ ഓഫ് ദിസ് മിലിറ്ററി ഫോഴ്സസ് ഈസ് ടേക്കിംഗ് ഔട്ട് ദ ഡിറ്ററൻസ് എന്നുള്ളതാണ് ഈ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അങ്ങനെ കാണിക്കുകയാണ്, ഇതാ വന്ന തട്ടും. അപ്പം അത് ആ ഓബ്വിയസ് ആയിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ പോലും പലപ്പോഴും മറ്റേ ഇവർക്ക് ടൂറിസ്റ്റുകൾക്കും ലോക്കൽസിനൊക്കെ പട്ടാളക്കാരെ നിൽക്കുന്നു ഒരു പേടി എവിടെയുണ്ട്. ഇതിനെയാണ് പതുക്കെ ഈ പട്ടാളം പിറകിലോട്ട് വലിയുന്നത്. എന്നിട്ട് അവർ ഹൈഡിങ്ങിലായിട്ട് ആ പിക്കറ്റിൽ ഈ പിക്കറ്റിലൊക്കെ നിന്ന് ഇങ്ങനെ കൊടുക്കും. അപ്പം എന്താണ്, സെക്യൂരിറ്റി ഫോഴ്സസ് കുറച്ചിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവിടെ നാളെ ഒരു ജനറൽ ഇരുന്നിട്ട് നിലവിളി കൂട്ടുന്നുണ്ടായിരുന്നു, ഒരു ബക്ഷി എന്നും പറഞ്ഞിട്ട് മീശയുള്ള എപ്പോഴും ജലദോഷം പിടിച്ചിരിക്കുന്ന ഒരു ജനറലാണ്. ആൾക്കാരെ കുറച്ചു മറ്റേ ഇത് വന്നു എന്നുള്ളത്. ആ ജനറൽ ഇപ്പോഴും ഞാൻ സർവീസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജനറൽ, എൻ്റെ സീനിയർ ഓഫീസറാണ്. സോറി ടു സേ ദാറ്റ് ഹീസ് എ ലൗഡ് മൗത്ത് ആൻഡ് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് അഗ്നിപത്തും അഗ്നിവീറും. ആൾക്കാരെ കുറച്ചു, സ്ട്രെങ്ത് കുറച്ചു, അതല്ലേ ഇതെല്ലാം. ഇപ്പം ടെക്നോളജി 10 പിക്കറ്റിലും 50 പിക്കറ്റുകളിൽ 50 കിലോമീറ്റർ ദൂരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പിക്കറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പിക്കറ്റ് അല്ലെങ്കിൽ ഒരു 60 പിക്കറ്റ് കാണുമായിരിക്കും പ്രൊട്ടക്ഷൻ. ഓരോ പിക്കറ്റിലും 6 പേര് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 6 പേരുടെ എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫാണത്. അപ്പോൾ 5000, 30, 300 ആൾക്കാരുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒറ്റ ഡ്രോൺ കയറ്റി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ ഡ്രോൺ അവിടെയാണ്, അവൻ അവിടെ ഈ 50 കിലോമീറ്ററും കവർ ചെയ്യുന്നു. പട്ടാളക്കാരൻ ഒരു പക്ഷെ കണ്ണടയ്ക്കുമായിരിക്കും, ഡ്രോൺ കണ്ണടക്കില്ല. So technology has developed too far. So the general should grow up to the present situation. ഇയാളിപ്പോഴും ആ പഴയ സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിറ്റിസിസം കേട്ടിട്ട് നിങ്ങൾ ആരും ഡോണ്ട് ഗെറ്റ് ക്യാരിഡ്, ഓ അത് ശരിയാണല്ലോ. ടെക്നോളജിയാണ് ഇപ്പം, ഇന്നെല്ലാം ടെക്നോളജിയിലാണ്. അപ്പം അതുകൊണ്ട് അതിന് ഒരു പ്രസക്തിയില്ല. സെക്യൂരിറ്റി ലാപ്സ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. യെസ്, അതിനെ നമ്മൾ അക്സെപ്റ്റും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റമായിട്ട് അല്ല, അതൊരു ഫോൾട്ടായിട്ടാണ്. ആ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് സംവേർ ഒരു മിസ്റ്റേക്ക് എവിടെയോ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെ അടക്കണം. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ചോദിക്കാൻ കാരണം നമ്മൾ ഈ സീരീസ്, നമ്മൾ ഓരോ സീരീസ് കാണുമ്പോഴാണെങ്കിലും മൂവീസ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും അറിയും അവിടെ ഒരു സ്പൈ അല്ലെങ്കിൽ ഒരാളുണ്ട്, നമ്മുടെ ഓരോ മൂവ്മെന്റ്സ് അറിയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാണുമല്ലോ. ഞാൻ അതുകൊണ്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ അതുകൊണ്ടും കൂടി ചോദിച്ചത്. ഇല്ല, നിങ്ങൾക്ക് അറിയുന്ന വേറൊരു സംഭവം, ഈ മിലിറ്റൻസിന് ദേ ഗോട്ട് എ സ്ലീപ്പിംഗ് സെൽ ഓൾ ഓവർ കശ്മീർ. ഇപ്പോഴും അവരുടെ പേറോളിൽ ജീവിക്കുന്ന കുറച്ച് ലോക്കൽസ് ഉണ്ട്. അവരിൽ തോക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു മൊബൈൽ ഫോൺ മാത്രം. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണും മൊബൈൽ കട്ട് ചെയ്തു എന്നുള്ളത് ശ്രീനഗറിൽ. ബിക്കോസ് ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ്
ഇപ്പം അവനെപ്പോലുള്ള ആൾക്കാർ 10 പേര് ചിലപ്പം അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇവരാണിതെല്ലാം അവർക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഏരിയ സേഫാണ്, ഇവിടെ ഇപ്പോൾ 10 ദിവസമായിട്ട് സെക്യൂരിറ്റിക്കാരെ ആരും കാണാനില്ല, വല്ലപ്പോഴേ വരുന്നുള്ളൂ, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് എസ്കേപ്പ് ചെയ്യാം. ഈ ഇൻഫർമേഷനൊക്കെ ഇവർ മൊബൈലിൽ കൂടെ കൊടുത്തിട്ടാണ് ഇവന്മാരെ വരുത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലീപ്പിംഗ് സെൽസ് ഉള്ളത് നമുക്ക് പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഒരു ഓട്ടോ ഓടിച്ച് നടക്കുന്നതിനായിരിക്കാം, ഒരു കുതിരയെ കൊണ്ട് നടക്കുന്നതിനായിരിക്കാം. ഇതിനെ നമ്മളൊരു സെക്യൂരിറ്റി, ഒരു രാജ്യത്തിൻ്റെ പിഴവെന്ന് മാത്രം അങ്ങോട്ട് സ്റ്റാമ്പ് അടിച്ച് പറയാൻ പറ്റില്ല. യെസ്, പിഴവുണ്ട്, അക്സെപ്റ്റ് ഇറ്റ്. അതേപോലെ തന്നെ പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി തൈബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ കുറെ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ദ പീപ്പിൾ റെസൺ ഇത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് കയറി വരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ലേ. അതായത് റെസിസ്റ്റൻസ് ഞങ്ങൾ ഇൻസൈഡ് ദ കൺട്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പുറത്തുനിന്ന് ഒരാളല്ല. പണ്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാം. ശരിക്കും ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് പവറിൽ കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ താഴ്ത്തിരിപ്പിക്കുക. ഏറ്റവും വലിയ വെപ്പൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റിഫ്റ്റ്. ഇതാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ കളിക്കുന്ന കളികൾ. ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് സക്സസ്ഫുള്ളി സക്സീഡഡ് ഇൻ സെയിങ് ദാറ്റ് കി BJP ഈസ് എഗൻസ്റ്റ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് അവർ ഇപ്പോഴും. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UP-യിൽ പോലും യോഗി ആദിത്യനാഥ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും എന്തേ രണ്ടാമത് അദ്ദേഹം മുസ്ലിം ഏരിയയിൽ നിന്ന് ജയിച്ചു വന്നത്? കാരണം എല്ലാ വുമൻ മുസ്ലിം സഹോദരിമാരും വോട്ട് ചെയ്തെങ്കിൽ, കാരണം ദേ വർ വെരി ഹാപ്പി. ഈവൻ മുസ്ലിംസ് ഹാവ് വോട്ടഡ് ദ. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി, വി ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഇസ്ലാം, മറ്റേ എന്തൊക്കെയോ കോലങ്ങളൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് മീറ്റിംഗ് നടത്തി. നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസും കോമ്പറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇത് ആ വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ യഥാർത്ഥമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇത് വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, അവന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു? കാരണം അതിൽ കാര്യമില്ല. അവർക്ക് വേണ്ടെന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നടക്കട്ടെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഇപ്പോൾ ഒരു ശങ്കർ നായരുടെ പുറകെ കൂടിയിരിക്കുകയാണ്. കോൺഗ്രസും ഫൈറ്റ് ചെയ്യുന്നു, BJP-യും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതാരുടെ ആള് ഏതാളെന്ന്. ഇതൊക്കെ ഒരു വോട്ട്. ഇപ്പം BJP-ക്ക് ആക്ച്വലി മോദിജി ഹാസ് റിവീൽഡ് ദാറ്റ് വാട്ട് ഹി വാസ്. അപ്പം ഇതെല്ലാം ഇവിടെ ആൾക്കാരെ കളിപ്പിക്കുകയാണ്. അപ്പം ഞാനും പോയി നിൽക്കും. ഇത് കാണുമ്പോഴാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളെ കുത്തിയിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം ഈ ഒരു സംഭവം പാകിസ്ഥാൻ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ആണ്. അവിടെ പോയിട്ട് ഹിന്ദു ആരും മുസ്ലിം ആരെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലും. ഇതിൻ്റെ അലകൾ പലയിടത്തും അടിക്കും. ഇന്ന് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് ഫ്ലെയർ ചെയ്താൽ പിന്നെ നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. ഇവിടെ അവർ എക്കണോമിയിൽ ഗോ ഫോർ 6. ദിസ് വാട്ട് ദേ ഹാവ് ഡൺ. സർ, ഇതെല്ലാം പറയുമ്പോഴും ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 370 കാര്യം പറഞ്ഞു. യെസ്, ഇൻഫ്രാസ്ട്രക്ചറലി എല്ലാ രീതിയിലും നമ്മളവിടെ ഡെവലപ്പായി. പക്ഷെ ഈ ഒരു ഇൻഫിൽട്രേഷൻ ഇവരുടെ നടന്നിട്ടുണ്ടെങ്കിൽ, കടന്നുകയറ്റം എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അമ്മു, ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു കം ടു കശ്മീർ. എന്നിട്ട് ഈ LOCയിൽ കൂടെ നിങ്ങളെ ഒരു ജേണി, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ഷൂട്ട് ഇൻ LOC ഓൺലി. എൻ്റെ കഥ തന്നെ അത് തന്നെ, ഒരു ലവ് സ്റ്റോറി ഇൻ LOCയിൽ. അവിടെ നിങ്ങൾക്ക് അപ്പം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം എത്രയോ ഗ്യാപ്പുകളുണ്ട്. ഇപ്പം ഈ റിവറിൻ്റെ നിങ്ങൾ പറഞ്ഞില്ല, സിന്ധു നദിയിൽ നിന്ന് ഞാൻ പാകിസ്ഥാനിൽ ചാടിയാൽ മതി, എനിക്ക് ആ റിവറിൽ കൂടെ തന്നെ രാത്രിയിൽ ഇപ്പുറത്ത് ഇന്ത്യയിലൊന്ന് കയറാം, മതിയോ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവായോ? ഇറ്റ് ഈസ് നോട്ട് ഫുൾ പ്രൂഫ്. ഞാനൊരു നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലായിടത്തും ഇവരിങ്ങനെ ലൈക്ക് ദാറ്റ്. LOC എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ. ആ ലൈൻ ഏതാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നവരെയാണ്. നിങ്ങൾ പോയിട്ട്, ഞാനന്ന് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് ഈ പടത്തിൻ്റെ ലൊക്കേഷൻ പോയപ്പോൾ അന്ന് ഞാൻ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ആ പാലത്തിന് മുകളിൽ ഒരു വൈറ്റ് ലൈനുണ്ട്. അപ്പുറത്ത് പാകിസ്ഥാനാണ്, ഇപ്പുറത്ത്. അപ്പം നദിയിലും ആ വൈറ്റ് ലൈൻ ഇല്ലേ? അപ്പം അപ്പുറത്ത് അവൻ ചാടിക്കഴിഞ്ഞാൽ അതേ പുഴയിലാണ് അവൻ ചാടുന്നത്. അങ്ങനെ ഒഴുകി അടി കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇതിലെ പോരാം, ഇന്ത്യയിലേക്കും കയറാം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല,
ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് പല ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വരേണ്ടവന് വരാം. ഈ റിവർ മാത്രം നിങ്ങൾ എടുത്താൽ മതി, നിങ്ങൾക്ക് എങ്ങനെ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ ഒരു ഡിറ്ററൻസ് അവിടെയും കുന്നിനും മുകളിലും അവിടെ ഇവിടെക്കുന്നത്. അപ്പം പറയില്ലേ, ഈ ആൾക്കാരിരുന്ന് നോക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നൈറ്റ് വിഷൻ ഗോഗിൾ ഇതും വെച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയും വെച്ചിരിക്കുന്ന ഡ്രോൺസ്. ദേ ഐഡൻറ്റിഫൈ ഈവൻ നൈറ്റ് മൂവ്മെൻറ്റ്സ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ടെക്നോളജി കൂടിയതുകൊണ്ടാണ് ഇൻഫിൽട്രേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നത് ഇതുപോലെ ആൾക്കാർ നോക്കുമ്പോൾ കാണാതെ അവർക്ക് ഇങ്ങനെ പോരാം, ഉള്ളിൽ കൂടെ ടയറിൽ കാറ്റ് നിറച്ചുകൊണ്ട് ചാടും അവരോട്. ഈ ടയറിൽ കൂടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്ത് വന്ന് ടയറങ്ങ് വിട്ടുകൊടുത്തു, അവരിപ്പുറത്ത് കയറി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഇവിടെ ചാടും, നദി ഇങ്ങനെ പോയിട്ട് പിന്നെയും പാകിസ്ഥാനിൽ പോകും, അതിനപ്പുറത്തൂടെ അങ്ങ് പോവുകയും ചെയ്യും. എത്രയോണം വന്നിട്ട് ഇങ്ങനെ പോകുന്നില്ലേ? സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും അതാണ് ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ പ്രൂഫ് ആയിരിക്കുന്നു. ഇപ്പം ഡ്രോൺസ് എല്ലാം ഒരു ഡ്രോൺ മതി 50-100 കിലോമീറ്റർ കവർ ചെയ്യാം. കറക്റ്റ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബീപ്പടിക്കും, മൂവ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ട്. ആ ഹീറ്റ് വേവ്സിൻ്റെ ഇതെല്ലാം നല്ല രസമാണ്. ഞാനിപ്പം പോയപ്പോൾ ഞാൻ കണ്ടതാണ് അതെല്ലാം. അവിടെ ഇരുന്ന് സുഖമായിട്ട് ഇരുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അവർക്ക് ഓപ്പറേഷനിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ആളെ മാറ്റും, 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആളെ മാറ്റും. കാരണം ഈ കണ്ണ് അത്രയും സ്ട്രെയിനാണ്. പെട്ടെന്ന് അവർ മാറ്റും, ഓക്കെ മാറ്, നെക്സ്റ്റ് വന്നു. സോ 24 hours വാച്ചിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻസ്. എന്തിനെന്ന് ഇസ്രായേൽ മറ്റേ മൊസാദുകാർ പോയിട്ട് F-16 ഫ്രാൻസ് പോയിട്ട് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതല്ലേ, അതിലും വലുതാണത്. അവിടെ പോയിട്ട് അവർ ഫ്രാൻസിൽ പോയിട്ട് F-16 അടിച്ചുകൊണ്ട് പോയി അന്ന് ഈ ടെക്നോളജി വന്നപ്പം. അപ്പോൾ നിങ്ങൾ അത് വെറുതെ നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നത്? മോദിജി രാജിവെക്ക് ഇത് പറയാനല്ലേ? ഇത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം VD സതീശൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി രാജിവെക്കും, അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ മറ്റേ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ അവർ രാജിവെക്കും, ഉമ്മൻചാണ്ടി രാജിവെക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകൾ. അല്ലാതെ അത് സത്യമാണോ നുണയാണോ എന്നുള്ളത് അത് നമ്മളവിടെ പോയാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ ടൂറിസത്തിനെ ശരിക്കും ഇനി അഫക്റ്റ് ചെയ്യുമോ? കശ്മീർ ടൂറിസത്തിനെ ഇനി ആളുകൾക്ക് ഇനി പോകാനുള്ളവർക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ യു വിൽ ബി സേഫ്. ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലോങ് ടൈം. കാരണം ഇന്ന് കാശ്മീർ കണ്ടിട്ടുള്ളവർ അത് അനുഭവിച്ചവരും പുറത്തു വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് ഇതിപ്പോൾ ഓക്കെ എന്നാൽ പെൽഗാമിലേക്ക് പോകേണ്ട കുറച്ച് ദിവസം. കാശ്മീരും മറ്റിടത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. വേണമെങ്കിൽ അടുത്ത ആഴ്ച ഞാനും ഉണ്ടായിരിക്കും അവിടെ. കാരണം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മൾ ധൈര്യമായിട്ട് പോകണം അങ്ങോട്ട്. കീർത്തിക്കര ഷൂട്ട് ചെയ്യുമ്പോൾ 13 സ്ഥലത്ത് ബോംബ് ബ്ലാസ്റ്റ് ഇട്ടതല്ലേ അവർ. കാരണം 16 വർഷത്തിന് ശേഷം ഞാനാണ് ആദ്യമായിട്ടൊരു ഷൂട്ടിങ് ടീമുമായിട്ട് പോയത്. അപ്പോൾ അവിടെ അവർ കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. പിന്നെ അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഞാനവിടെ കാശ്മീരിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമാൻഡോ ആണെന്ന്. അത് പേപ്പറിലടക്കം വന്നു. മേജർ രവി ഈസ് ബാക്ക് ടു ദ വാലി വിത്ത് ദ ഷൂട്ടിംഗ് ടീം, നോട്ട് വിത്ത് ഗൺസ്, നോട്ട് വിത്ത് AK-47 ബട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു ഫ്രണ്ട് പേജ് അവരുടെ മുഖപത്രത്തിലുണ്ടായിരുന്നു. ഇത് ലാലേട്ടൻ കണ്ട്. ലാലേട്ടൻ ഞാൻ പറഞ്ഞത് ലാലിനെ കാണിക്കില്ല എന്ന് പറഞ്ഞു. ഏതോ ഒരു ഈ ഉണ്ടല്ലോ ചിലർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർമിക്കാരൻ കൊണ്ടില്ല, ആ സാർ ഇത് കണ്ടോന്നും പറഞ്ഞ് കാലത്തോട് ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യണം. ആ സാർ കയറി വരുന്നു പേപ്പറുമായിട്ട്. ഞാൻ ആരേത് തന്നെന്ന് ചോദിച്ചു. അപ്പോൾ രാജസാറിന് മനസ്സിലായി അവൻ തന്നവൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിടില്ല. ഞാൻ പറയണ ഞാനതൊക്കെ കണ്ടു, എന്താ ഭയമുണ്ടോ പോണോ നമുക്ക്? അയ്യണ്ണ ഞാൻ ചുമ്മാ എന്നെ കാണിച്ചു അണ്ണൻ്റെ പേരൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ ഫിനിഷ് ചെയ്തു ആ കീർത്തിച്ചക്രം. ഇല്ലെങ്കിൽ അന്ന് പേടിച്ച് പോന്നിരുന്നെങ്കിൽ ഒരു കീർത്തിച്ചക്രം ഉണ്ടാവുമായിരുന്നു, മേജർ രവി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കത്തേ പറ്റൂ. നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാണണം, നമുക്ക് എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കണം. ഇത് അവൻ അവിടെ ഒരു പേൽഗാമിൽ വന്ന് 4 വെടിയും പൊട്ടിച്ചു, ഓക്കെ 19 ആൾക്കാർ മരിച്ചുപോയി. ഈ മരിച്ചുപോയോട് നമുക്ക് സഹതാപമുണ്ട്. പക്ഷെ അവൻ എന്താഗ്രഹിച്ചോ അത് നമ്മൾ നടത്താൻ സമ്മതിക്കരുത്. അവർ മാർട്ടിയേഴ്സാണ് ആ മരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ രാമേന്ദ്രൻ സാറിനെ പോലുള്ള ആളുകളെല്ലാം അവർ മാർട്ടിയേഴ്സ്. ആ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യെസ് നീ ഞങ്ങളെ പേടിപ്പിക്കലടാ, ഞങ്ങൾ ഇനിയും വരും എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും നമുക്ക്. അതിനാണ് ഞാൻ പറയുന്നത്, ഞാനിപ്പം നോക്കട്ടെ ഒരു 10 ദിവസത്തിനകത്ത് ഞാൻ അവിടെ പോയിട്ട് പേൽഗാമിൽ തന്നെ പോയിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വിടാം. ബിക്കോസ് വി ഷുഡ് നോട്ട് ഗെറ്റ് സ്കെയർഡ് ഓഫ് ദിസ് മിലിറ്റൻസി. അമേരിക്കയുടെ പോളിസി അതാണ്.
വി വിൽ നോട്ട് കോംപ്രമൈസ് വിത്ത് എനി മിലിറ്റൻസി. ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ കോംപ്രമൈസേ ഇല്ല, നിന്നെ കൊന്നുകളയുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ തരില്ല. അപ്പം നമ്മളൊക്കെ പണ്ട് നമ്മൾ ഈ മിസ്റ്റേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. റുബൈയ സെയ്ദ് കേസിൽ 4 പേരെ വിട്ടുകൊടുത്തു, എന്നിട്ടാണ് അവന്മാരെയും വിട്ടു. ആ 4 പേരാണ് പിന്നെ കാന്താർ ഹൈജാക്ക് ചെയ്തത്. സോ ഇറ്റ്സ് എ റെപ്ലിക്കേ, ഇങ്ങനെ ചെയിനാണത്. അപ്പോൾ മിലിറ്റൻസി ആയിട്ട് നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തു. നിങ്ങളിപ്പോൾ നേരത്തെ വന്ന അമ്മൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വികാരം തന്നെയാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളത്. തട്ടിക്കളാ സാർ, അവിടെ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ബോർഡറിൽ ഇങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ല. ഇത് തന്നെയാണ് ബുള്ളറ്റ് ഫോർ ബുള്ളറ്റ്. അല്ല, ബുള്ളറ്റ് അവിടുന്ന് ഫയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമ്മൾ പേപ്പർ എഴുതി കാണിക്കുക പീസ് 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 എന്നുള്ളത്. നമുക്ക് നോൺസെൻസ്. ഡോണ്ട് ഫോളോ ഇൻടു ദിസ് കൈൻഡ് ഓഫ് രാഷ്ട്രീയപരമായിട്ടുള്ളത്. നമ്മൾ സമാധാനിക്കണം. അവർക്ക് ന്യൂക്ലിയർ ഉണ്ട്, നിനക്കൊരു ന്യൂക്ലിയർ ഉണ്ടെങ്കിൽ ഇവിടെ 10 ന്യൂക്ലിയർ ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ. നീ ഒന്ന് പൊട്ടിച്ചാൽ നീയേ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു രാജ്യമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രസ്റ്റീജും നമ്മുടെ അഭിമാനവും നോക്കണമെങ്കിൽ നമ്മളിതൊക്കെ സാക്രിഫൈസ് ചെയ്യണം. ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലായിരിക്കും ബോംബ് വീണോട്ടെ, പക്ഷെ നമ്മൾ അവന്മാരെ വെറുതെ വിടില്ല. ദാറ്റ് ഷുഡ് ബി എവ്രിബഡീസ് ആറ്റിറ്റ്യൂഡ്. അവിടെയാണ് നമ്മൾ പറയുന്നത് യെസ്, ഐ എം പ്രൗഡ്ലി സെയിങ് ദാറ്റ് ഐ ആം എൻ ഇന്ത്യൻ. ഇന്നിപ്പോൾ അത് പ്രൗഡ് പറയുന്നുണ്ട്. ഈ ധൈര്യമില്ലാത്ത രാജ്യങ്ങളായിട്ട് മാറരുതല്ലോ. ഭീരുക്കളാണ് പാകിസ്ഥാൻ. അതാണ് ഈ ഒളിച്ചുകളി. നമ്മൾ അവരവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മിലിറ്റൻസി ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഉത്തരമാണ് മോളെ. അതുകൊണ്ട് ചെയ്തവന്മാരെ വെറുതെ വിടുമെന്നുള്ളത് വിചാരിക്കേണ്ട. പ്രൈം മിനിസ്റ്ററുടെ വാക്കിൽ ഞാനും വിശ്വസിക്കുന്നു, ഓരോ ഇന്ത്യക്കാരനും വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇനി അടുത്തൊരു സെഷൻ നമുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയോ സമയം തന്നെ എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഓൾ. ജയ് ഹിന്ദ്.